ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ടാണ് ഫ്ലെക്സ് അടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വെറും ഡമ്മി 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 ഡമ്മി. ഒരു നായിക ഉണ്ടായിരുന്നു, ക്യാമ്പ് തുടങ്ങിയിട്ട് 10 ദിവസമായി. അച്ഛനും അമ്മേനെ കാണണമെന്നും പറഞ്ഞ് വീട്ടിലോട്ട് പോയിരിക്കുക. പിന്നെ ഞാൻ 16-ാമത്തെ വയസ്സിൽ നാടകത്തിൽ വന്ന് അന്നു മുതൽ ഇന്നു വരെ 55-ാമത്തെ വയസ്സിൽ വരെ എനിക്ക് അമ്മ വേഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 16 വയസ്സ് തൊട്ട് അമ്മ വേഷം. നായകന്റെ അമ്മ, രാജാവിന്റെ അമ്മ, പടന്റെ അമ്മ, എന്തിന് കാട്ടിലെ കഥ പറയണമെങ്കിൽ കൊരങ്ങന്റെ അമ്മ വരെ ആക്കൂ. അമ്മയാവാനാണ് എനിക്ക് വിധി. എനിക്കിങ്ങനെ ജീവിതം ഇങ്ങനെ മുരടിച്ചു കൊണ്ടുപോവാനേ പറ്റൂ. ഇനി എത്ര നാൾ പരിപാടി? കുതിരയ്ക്ക് ഞാൻ തന്നെ ഡമ്മി, കുതിരയ്ക്ക് ഞാൻ തന്നെ ഡമ്മി. എന്നിട്ട് അമ്മയെ ഞാൻ ചെയ്യണം, കുതിരയ്ക്ക് ഡമ്മി. പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ റിഹേഴ്സലും കാര്യങ്ങളും ചെയ്ത് മറ്റേ നമുക്ക് നാടകം കളിക്കാനുള്ളതാണ്. നാളെയല്ലേ ഫൈനല്? ഓ, എന്താണ് സ്പെഷ്യല്? സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആഹാരങ്ങൾ, പുറത്തുനിന്ന് ആഹാരം ഒന്നും കഴിക്കണ്ട, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെജ് നോൺ വെജ് വിഭവസമൃദ്ധമായ ആഹാരമൊക്കെ ഉണ്ട്. ശാലിനി ഇറച്ചി കഴിക്കുവോ? പിന്നെ എന്നാ ഇറച്ചി ഇല്ല, എന്നിട്ട് മാക്ക് നിന്ന് കളിച്ചോളണം. ആരൊക്കെ നിന്ന് കളിച്ചോട്ടെ. ഇന്ന് 10 ദിവസമായി ക്യാമ്പ് തുടങ്ങിയിട്ട്. ഇന്ന് എനിക്കറിയണം എന്നെ നായികയാക്കോ നായികയാക്കൂലേ എന്നുള്ള കാര്യം. ഇത് കറങ്ങി ചുറ്റി വരുമ്പോ നീ നായികയായിട്ടൊക്കെ വരും. 10 ദിവസമായി ഇവിടെ ക്യാമ്പ് തുടങ്ങിയിട്ട്. ഇത്രയും ദിവസം അമ്മയല്ലാതെ എനിക്ക് നായികയുടെ ഒരു അംശം പറ്റുന്നു എനിക്ക് തന്നിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് നീ സഹകരിച്ച് നീ പോ. നീ ഇത്തിരി വേണ്ട, ഞാനൊരു തീരുമാനം എടുത്തു. ഇനി ഞാൻ അമ്മയാകുന്നില്ല, നിർത്തി. അത് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് എന്തൊരു കാര്യം? നിന്റെ ഭർത്താവിന്റെ അടുത്ത് പോയി പറയടേ. അത് മാത്രമല്ല, നിനക്ക് ആകപ്പാട് ഒരു മോനല്ലേ ഉള്ളൂ, അവനൊരു കൂട്ട് വേണ്ടേ? പെട്ടെന്ന് ആലോചിച്ചിട്ടൊക്കെ തീരുമാനം എടുത്താ പോരെ. പ്രസവം നിർത്തണമെന്നല്ല പറഞ്ഞത്, അമ്മ വേഷം കെട്ടണത് ഞാൻ അങ്ങ് നിർത്തി. എന്റെ അടുത്ത് എല്ലാരും പറയുക നീ ഇപ്പൊ ഒരു ടൈപ്പാണെന്ന്. ആ ടൈപ്പിന് പോയ സമയത്ത് വല്ല തയ്യലിനും പോയിരുന്നെങ്കിൽ ഈ കോസ്റ്റ്യൂം ഒക്കെ തയ്ക്കാൻ ഞാൻ പുറത്തു കൊണ്ട കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അതാണോ പറഞ്ഞത്? എന്നെ കാണുമ്പോ എല്ലാരും പറയുന്നു നീ ഇപ്പൊ ടൈപ്പ് ആർട്ടിസ്റ്റ്, ടൈപ്പ് ആർട്ടിസ്റ്റ്, ടൈപ്പ് ആർട്ടിസ്റ്റ്. എനിക്ക് ഒരു കാര്യം പറയാം, ഈ സീസണിൽ എനിക്കൊരു അമ്മ വേഷം ഒഴിച്ചൊരു നായിക വേഷം തരാൻ പറ്റുമോ? ഒരു കാരണവശാലും നടക്കണ കേസല്ല പൊന്നപ്പി, അത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നായിക വേഷം ചെയ്യുന്നതിനൊക്കെ ഒരു മര്യാദ ഇല്ലടേ. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്യത്തില്ല. ഉറപ്പാണ്? ഉറപ്പ്, സത്യം. സത്യം. നാളെയല്ലേ പരിപാടി? എങ്കിൽ ഞാൻ ഈ പടി ഇറങ്ങുന്നു. എനിക്ക് ഈ ട്രൂപ്പ് വേണ്ട, ഞാൻ പോകും. നിങ്ങൾ വേറെ ആരും വെച്ച് അമ്മ വേഷം ചെയ്യും, ഞാൻ പോകും. ഞാൻ പോകും. തിരിച്ചു വിളിക്കില്ല, ഞാൻ പോകും. നിന്റെ കാര്യം നോക്കി പോടി നീ. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് പകരം വരുന്നത് ആർട്ടിസ്റ്റിന്റെ അടുത്ത് എന്നെ പോലെ ഒന്നും കാണിക്കരുത്. ശാലിനി കരയണ്ട, കരഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്ക് വരത്തില്ല. നീ പോകുന്നോണ്ട് കരഞ്ഞല്ല ഞാൻ. പിന്നെ ബാഗ് എടുത്ത് എന്റെ കാലിലാണ് ഇട്ടത്. എന്തൊരു ഡീനകത്തിരിക്കണത്. അയ്യോ, എന്തൊക്കെ പറക്കിട്ടോളൂ. അയ്യോ, കർട്ടൻ കെട്ടാൻ വെച്ചിരുന്ന കല്ലൊക്കെ താ പറക്കൊണ്ട് പോണ്. നിനക്കെന്തിനടി കല്ല്? വീട്ടിൽ പണി കണക്കല്ലേ, ഇതെങ്കിലും എനിക്ക് ഉപകരിക്കരുതെന്ന് പറഞ്ഞു ഞാൻ പോണു. എന്നെ ഉപദ്രവിക്കാനായിട്ട് ഞാൻ പോവും. ശാലിനി, ഞാൻ പോവും. ശാലിനി, ഈ സമിതിയിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവളാ നീ. 8 വർഷം. എന്നോട് നീ ഒന്നും പറയണ്ട. ഇതിലുള്ള ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് പൊടി. ശാലിനി നന്ദി കേട് കാണിക്കത്തില്ല. 18 വർഷം ഈ നാടക ട്രൂപ്പിലെ ഉപ്പും ചോറും തിന്നവളാ ഞാൻ. ഈ ട്രൂപ്പിനോട് എനിക്ക് കൂറുണ്ട്. അതുപോലെ ഇതിലെ നാടക പ്രവർത്തകരോടും നാടകം കഴിഞ്ഞ് രാത്രികാലങ്ങളിൽ നമ്മളെ വീടുകളിലും ബസ് സ്റ്റാൻഡുകളിലും കൊണ്ടെത്തിക്കുന്ന സാരഥിയോടും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും വർഷം എന്നെ നാടക ട്രൂപ്പിൽ നിർത്തിയ അങ്ങയോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ട്രൂപ്പ് പോലീസിന്റെ നിലം പൊത്തിയാൽ രീതിയിൽ പോട്ടെ, എന്നിട്ടേ ഇത് പണം പിടിക്കത്തുള്ളൂ. ഞാൻ പോണു. എന്നെ വിളിക്കുന്നത് വണ്ടി വരുമ്പോ ഞാൻ കയറി പോകും. നീ അഭിനയിക്കൂലേ? വണ്ടി വരട്ടെ, ഞാൻ കയറി പോകും. വേണ്ടേ നീ വേണ്ട. എനിക്ക് എന്റെ പഴയ ആശയുണ്ടടി കേട്ടോ. ആശ വിളിക്കുന്നല്ലോ. ഹലോ ചേട്ടാ. ഓ മോളെ, ഇറങ്ങിയോ? ഫൈനലും ചെയ്ത് നാളെ കയറാനുള്ളതാണ്. ചേട്ടാ പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. ഓ കുഴപ്പമില്ല. എനിക്കൊരു തെലുങ്ക് സിനിമയിൽ നായികയായിട്ട് വേഷം കിട്ടി ചേട്ടാ. തെലുങ്കോ? ആ സത്യം ചേട്ടാ, എനിക്ക് വരാൻ പറ്റത്തില്ലേ? ചേട്ടൻ വേറെ ആളെ നോക്കണേ. സോറി ചേട്ടാ, സോറി. വണ്ടിയും വരൂല സമയത്ത്. എന്തോ ഏജൻസിക്കാരനെ വിളിച്ചു നോക്കട്ടെ. ഹലോ, പിന്നെ പെട്ടെന്ന് നമുക്കൊരു നായിക കിട്ടാൻ വല്ല വഴിയുണ്ടാ? ഇല്ലല്ലേ? ശരി. അയ്യോ പൊളിഞ്ഞു. ഞാനിപ്പോ എന്തൊരു പറയൂ എന്തോ. നാടകവും കേറണം.
നല്ല കവക്കൂറുള്ള കരിയോണം തോന്നുന്നു. ശാലിനി, ശാലിനി മോളെ. ശാലിനി അമ്മാന്ന് വിളി. പിന്നെ ശാലിനി പോ. കണ്ടേ, ആര് പറഞ്ഞു നിനക്ക് പ്രായമായെന്ന്? നീ സൂപ്പർ, ഒരു രക്ഷയില്ല, അടിപൊളി. താണ്ട ഇതൊക്കെ ഒന്ന് കറുപ്പിച്ചെടുത്താ കിടുക്ക്. നീ അടിപൊളിയാണ്. ഇത് റൂട്ട് ഇപ്പൊ അങ്ങോട്ട് കൊണ്ട് പോണത്? സംഭവം വേറെ ഒന്നും അല്ല. നീ വന്നാണ് ഞാൻ കാര്യം പറയട്ടെ. വണ്ടി വരുമ്പോ ഞാൻ അങ്ങ് പോവും. മക്കളിഞ്ഞ് വാ. പറ. ശാലിനി വേറൊന്നും അല്ല, ആശ വിളിച്ചായിരുന്നു. ആശ വിളിക്കുന്ന എനിക്കെന്ത്? ആശയ്ക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, പകരം വേറൊരാളെ വെക്കാമോ എന്നിട്ട് ചോദിച്ചു. വെക്കണം, നിങ്ങളുടെ സമ്മതിയല്ലേ, നിങ്ങൾക്ക് വെച്ചൂടെ? ഞാൻ മനസ്സിൽ കണ്ട ആ ഒരു നായിക എന്ന് പറയുന്നത് നീയാണ്. നീ സത്യമായിട്ടും? സത്യം. പറ്റിക്കരുത്. പറ്റിക്കത്തില്ല. ഞാനാ നായിക. ചുമ്മാ ഒരു ദിവസത്തേക്ക് ഉള്ള നാളെ നമുക്ക് വേറെ ആള് വരും. ഇത് ചുമ്മാ നമ്മൾ വെറുതെ പറ്റിച്ചത്. വലിയ കൈ നിൽക്കൂലേ സാധനം, എന്നാൽ കുഴപ്പമില്ല, പോട്ടെ കുഴപ്പമില്ല. ഡേയ് മക്കളെ, ആ റിഹേഴ്സൽ നമുക്ക് നോക്കണോടാ. അതിന്റെ ആ കർട്ടനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പാട്ടം നിറ നോക്കട്ടെ. അച്ഛാ, ഈ രാത്രി കുട്ടിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. പറയുമോളെ. ഓട്ടോറിക്ഷ ഓടിക്കുന്ന രഘുചേട്ടനുമായിട്ട് ഞാൻ ഇഷ്ടത്തില്ല. എന്നാ മോളെ, എപ്രകാരമാണോ ഒരുത്തന്റെ ഇച്ഛാശക്തി അനുസരിക്കുന്നുവെങ്കിൽ അവൻ ഉദാസീനനാണ് മോളെ, ഉദാസീനൻ. ഇത്രയും മതിയാ? ഇത്രയും മതി. അപ്പൊ ഞാൻ തന്നെ നായിക. നീ നായിക. എനിക്ക് ആരുടെ സമയത്ത് ചുമ്മാ കിടന്ന് വിളിക്കണം. ഹലോ. ഹലോ ചേട്ടാ. ഓ, ഞാൻ കൊറേ ആലോചിച്ചു. നന്ദിയേട് കാണിക്കാൻ എനിക്ക് പറ്റുമോ ചേട്ടാ? എനിക്ക് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരാളെ പഠിപ്പിച്ച് അങ്ങോട്ട് വിടുന്നുണ്ട്. സന്തോഷമായില്ലേ ചേട്ടന്? പിന്നെ അയ്യോ സന്തോഷം. എല്ലാം കൂടെ കയറി വന്നാ ഇപ്പൊ ഞാൻ തിരിയാണ്. അവളടുത്ത് എന്തിനു പറയുമോ എന്തോ. ആരാ മനസ്സിലായില്ല? ആശയില്ലേ? ആശ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതല്ല, ആരാ ഇവിടെ നാടക ട്രൂപ്പിൽ? ഞാനാണ് ഈ നാടകത്തിന്റെ മെയിൻ ആള്, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അതുപോലെ വണ്ടി ഓടിക്കും, സ്റ്റേജ് കെട്ടും, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സകലകല വല്ലഭൻ. സാറാണോ ഈ നാടകത്തിന്റെ സംവിധായകൻ? അതെ അതെ അതെ. അയ്യോ, ഞാൻ ഈ നാടകത്തിന്റെ സംവിധായകനെ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഞാനൊന്ന് തൊട്ടോട്ടെ. സാധാരണ എന്നെ കാണുന്നൊരു ഓടി വന്ന് കെട്ടിപ്പിടിക്കാറാണ്. ഇങ്ങനെ പിടച്ചടിച്ച് വന്ന് കയറാൻ ഇത് പൂട്ടാൻ പോണ ബിവറേജ് അല്ല കയറാനായിട്ട്. അല്ല, നമ്മുടെ ഈ ആശയില്ലേ, ആശ ഇവിടെ നായികയായിരുന്നല്ലോ. അപ്പം പകരം പറഞ്ഞു വിട്ട നായികയാ ഞാന്. പറഞ്ഞു വിട്ട സംഭവമാണല്ലേ? അതെ. ഇപ്പം നാടകത്തിലൊന്നും ഞാൻ അങ്ങനെ അഭിനയിക്കാറില്ല. വേറെ എന്തൊക്കെ സംഭവം ചെയ്യുന്നുണ്ടോ? ഞാനിപ്പം കൂടുതലും വെബ് സീരീസ്, പിന്നെ ഷോർട്ട് ഫിലിംസ്, പിന്നെ സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു. സിനിമ നല്ലതാ, കാരണം നമ്മൾ കഷ്ടപ്പെടുന്നു അതിലെത്താനാണ്. അങ്ങനെ അഭിനയിക്കാൻ വന്നതാ ഞാന്. എന്റെ മനസ്സിൽ കണ്ട ഒരു നായിക എന്ന് പറഞ്ഞ നിങ്ങളാ. നിങ്ങൾ ഇത് പോക്കാ. ആരാ? ഇവിടെ ഒരു കഥാപാത്രത്തിന് ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതാ. ഉണ്ടായിരുന്നു. സൂപ്പർ ഡയലോഗാണ്. അച്ഛനെയും അമ്മയും ചതിച്ച മോള് ഈ വീട്ടിൽ നിൽക്കാൻ കാരണമല്ല, പുറത്തു പോ. വീട്ടിൽ അമ്മയുടെ വേഷമുണ്ട്. അമ്മ വേഷോ? അമ്മ. അയ്യോ, അല്ല, നായിക. അമ്മ. നായിക. അമ്മ. നായിക. അമ്മ. നായിക. അമ്മ. നായിക. അമ്മ. വന്നുടനെ കിടന്ന് അലക്കാതാ. നീ അമ്മ, നീ നായിക. അല്ല, നീ നായിക, നീ അമ്മ. എന്താ? നീ അമ്മ. നിങ്ങളാണ് എന്റെ മനസ്സിലുള്ള. നമുക്ക് ആ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് മൊത്തം ബാക്കി സെറ്റ് ചെയ്തെടുക്കാന്നുള്ളത്. അയ്യോ, അത് പറ്റത്തില്ല. ഞാൻ തന്നെ അഭിനയിക്കും. ഞാൻ അഭിനയിക്കും. ഞാനൊരു കാര്യം പറയാം, ഇവർക്ക് കഴിവൊന്നും കാണത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംസാരം നീ നല്ല ഒരു കഴിവ് കാണത്തില്ല. ആരെനിക്ക് കഴിവില്ലെന്നോ? ഞാൻ നിന്നിട്ട് ഡയലോഗ് പറഞ്ഞു എല്ലാം നിങ്ങൾ പഠിപ്പിച്ചാ വിട്ടു. എവിടെ പഠിച്ചു? നിങ്ങളാണോ ഇതിന്റെ ഓണർ? ആണ്. You are the owner. So you should keep your responsibility. You have the responsibility because I am an actor, a lady superstar, becoming an upcoming actor. You know. ഞാൻ ഇതുപോലെ പറയാത്ത എന്താണെന്നറിയാമോ? നാറും. എന്നാൽ ഇംഗ്ലീഷ് അറിഞ്ഞൂടെന്ന് പറയില്ല. അതല്ലേ പറഞ്ഞത്, നാറും. നീ എന്തോ പറഞ്ഞത്? കുറെ ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നാടകം എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ തട്ടേ കയറി തെറ്റാതെ കളിക്കണം. അത് നാടകം. തെറ്റല്ലാതെ 4 സ്റ്റെപ്പ് നല്ലതുപോലെ കളിക്കണം. അത് നാടകം. പിന്നെ ഒരു നടിക്ക് പ്രധാനമായും വേണ്ടത് എന്താണെന്നറിയാമോ? എന്താ? നല്ല അച്ചറപ്പൊടത. പറഞ്ഞ അച്ചറപ്പൊടത.
അതൊന്നും എന്നെ പഠിപ്പിക്കണ്ട. ഞാനേ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അഭിനയം പഠിച്ചിട്ടാ വന്നേക്കുന്നത്, അറിയാവോ? നീ എനിക്ക് അഭിനയിക്കുന്നത് കാണണം. ഞാൻ അഭിനയം പഠിച്ചിട്ടാ വന്നിരിക്കുന്നത്. നീ എനിക്കത് കാണിച്ചാടി. ആ, എനിക്ക് അഭിനയിക്കാൻ അറിയാം. എനിക്കത് കാണണം. ഓ, പിന്നെ നിങ്ങളുടെ നാടകം. നിർത്തലടി. ഞാൻ ഒരു കാര്യം പറയാം. ഞാനാണ് ഇവിടുത്തെ ഡയറക്ടർ. ഞാൻ കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കും. ഒരു സംഭവം ഇതിനകത്തുണ്ട്, ഡാൻസ് ഉണ്ട്. ആ ഡാൻസ് സൂപ്പറായിട്ട് കളിക്കുന്നവർക്ക് മാത്രമേ ഈ നായിക പ്രശ്നം കൊടുക്കത്തുള്ളൂ. ഉറപ്പാണോ? ഉറപ്പ്. അമ്മയാകാൻ തയ്യാറായിക്കൊള്ളു. നീ അമ്മയാവാൻ തയ്യാറായിക്കോ. ആ, പിന്നെ റെഡിയായി. കഴിഞ്ഞ എങ്ങനെയുണ്ടായിരുന്നു സാർ എന്റെ പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. അപ്പൊ നായിക? നായിക ഇല്ല, നമുക്കൊരു 6:30 മണിക്കൂർ പ്രിയദർശിനി ബസ് ഉണ്ട്. ഫ്രീ ആയിട്ട് വീട്ടിൽ പോക്കോ. അയ്യോ, അല്ല, അപ്പൊ ഞാൻ അഭിനയിക്കാൻ വന്നത്. നിങ്ങൾ അഭിനയിക്കട്ടെ. നിങ്ങളെ ഡാൻസ് അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. ഞാന് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് വന്നതാ. നിങ്ങൾ ഏത് പൂനെയിലായാലും ശരി, എന്നാ എന്റെ മനസ്സിലുള്ള നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഒരേ ഒരു നായിക എന്റെ ഈ നായികയാണ്. നീയാണ് നായിക. മാറി 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 മാറി. എനിക്ക് നാടകത്തെ കുറിച്ച് എന്തറിയാടി? കുറച്ച് വെബ് സീരീസ്, സിനിമ സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ നാടകം പഠിക്കണമെങ്കിലേ കുറെ ഇത്തിരി ബുദ്ധി വേണം, കയറി ഇരുന്ന് പഠിക്കാൻ, തെറ്റില്ലാതെ കളിക്കാൻ. അതെങ്ങനെ 24 മണിക്കൂർ മൊബൈലിൽ ഇങ്ങനെ തൊട്ടിക്കൊണ്ടിരുന്ന ഇതൊക്കെ കാണാൻ പറ്റുമോ? സമയം കിട്ടുമ്പോൾ മൊബൈൽ എടുത്ത് നോക്കണം. നാടകത്തിന് വേണ്ടി ജീവൻ തികച്ച കുറേ ആൾക്കാരുണ്ട്, ജീവിച്ചവരും മരിച്ചവരും. ഇതൊക്കെ തുറന്നു നോക്കുമ്പോൾ അറിയാം അത് ആരൊക്കെയാണെന്ന്. അറിയാവോ?